മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളിലേക്കൊരു പ്രയാണം. അടുത്തിരിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട രവിയേട്ടൻ രവീന്ദ്രൻ നായർ. അദ്ദേഹം മഹാകവിയുടെ പുത്രനാണ്. അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ഒരു അതിഥിയെ പരിചയപ്പെടുത്തണ്ടേ? നാരായണൻ, കാരക്കുഴി നാരായണൻ എന്നാണ്. കെനൻ എന്ന പേരിലാണ്, ചുരുക്കപ്പേരിലാണ് ഈ നാട്ടിലൊക്കെ അറിയാം. ആ പേര് മനസ്സിലായില്ല, എനിക്ക് പണ്ടേ അറിയാം. ഹാർമോണിസ്റ്റാണ്. ഇപ്പോ ആദ്യം മുതലേ ഇവരുടെ ഹാർമോണിയ വായന കേട്ടിട്ടാണ് എന്റെ സംഗീതം തുടങ്ങിയത്. ആണോ? അപ്പൊ ഏതായാലും നമുക്ക് ഇവരുടെ ഈ സാന്നിധ്യത്തിലൂടെ നമുക്ക് ഈ ഒരു കവിത വളരെ നല്ല സന്തോഷം, വളരെ സന്തോഷം. ഏതായാലും സന്തോഷം. മോഹൻ രാഗത്തിലാണ് പറഞ്ഞത്. മോഹൻ രാഗത്തിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ ഏതായാലും ഒരു തുടക്കം. നമ്മളിന്ന് പതിച്ചടിപ്പൂവിനോട് എന്നുള്ള കവിതയാണ്. കവിയുടെ നാലുമണിപ്പൂവ് അത് തന്നെ, നാലുമണിപ്പൂവ് തന്നെയാണ് പതിച്ചടിപ്പൂ. കവിയുടെ 2-3 കവിതയുണ്ട് ഇതേ പേരിൽ തന്നെ, പേര് വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കവി പതിച്ചടിപ്പൂവിനോട് ചോദിക്കുകയാണ് കവി നേരിട്ട്, 4 മണിയായല്ലോ, എന്താണ് ഇനിയും ഉറങ്ങി എണീക്കാറായില്ലേ? ഇത്ര സമയം ഉറക്കമോ? വളരെ ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ അലസതയുടെ ലക്ഷണമാണ്. ഇതിൽ ദ്വയാർത്ഥമുണ്ട്. അലസതയെ പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം പോലെയാണ് ഇത്. ആണിത്, അതെ. കാരണം ഇതിന് കവിയുടെ ഏത് കവിതക്കും പല അർത്ഥങ്ങളും ഉണ്ടാവും. ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിതം വെറുതെ ഇങ്ങനെ പാടില്ലാക്കണോ? മറ്റു തരത്തിൽ പറയുകയാണെങ്കിൽ പൊതുവെ മനുഷ്യരോടെല്ലാം ആധ്യാത്മികമായിട്ട് കവി ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം. അതിന് നിൽക്കാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ പ്രതാപത്തിൽ പാഴാക്കി കളയുന്നല്ലോ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് പതിച്ചടിപ്പൂവിനോട് ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും പരോക്ഷമായിട്ട് നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമായിട്ട് ഒരു കാലികമായ സാമൂഹ്യ പ്രശ്നത്തിനുള്ള ഉത്തരം തേടുന്ന പോലെയുള്ള ചോദ്യമായിട്ടും എടുക്കാം. നിങ്ങളൊന്ന് ചൊല്ലിത്തന്നാൽ. നാണമില്ലേ കിടന്നുറങ്ങാൻ പകൽ നേരമിങ്ങനെ 4 മണി വരെ, ഇത്ര നേരം പകലുറക്കം സഖേ രാത്രികാലത്തുറക്കം പതിവില്ലേ? നാണമില്ലേ കിടന്നുറങ്ങാൻ പകൽ നേരമിങ്ങനെ 4 മണി വരെ. അതാണ് ഇനി അങ്ങ് തന്നെ പാടി നോക്കാം. നാണമില്ലേ കിടന്നുറങ്ങാൻ പകൽ നേരമിങ്ങനെ 4 മണി വരെ, നാണമില്ലേ കിടന്നുറങ്ങാൻ പകൽ നേരമിങ്ങനെ 4 മണി വരെ, ഇത്ര നേരം പകലുറക്കം സഖേ രാത്രികാലത്തുറക്കം പതിവില്ലേ? ഇത്ര നേരം പകലുറക്കം സഖേ രാത്രികാലത്തുറക്കം പതിവില്ലേ? നിത്യവും കഥകളിക്കാരന്റെ നിദ്രയേവമതിയൈക്കുന്നിതോ, വല്ലതും കഴിക്കേണ്ടയോ ദാഹവുമില്ലയോ ജലപാനവും വേണ്ടയോ? അന്ധയൗവന മധ്യാഹ്നമായിട്ടും നിന്നഴകു വിരിഞ്ഞുണർന്നേറ്റില, പറ്റി നിൽക്കും പരിസരവായുവിൽ പൊന്തിയതില്ല നിന്നാത്മസൗരഭം. കൈമരങ്ങളെ താരാട്ടിയോരുഷ പൈങ്കിളിയുടെ പാലഞ്ചും കൊഞ്ചലും, വാസരപ്പൊൻ തിടം വെഴുന്നള്ളിക്കും ഘോഷയാത്രൻ താളമേളങ്ങളും, കണ്ടതുമില്ല കേട്ടതുമില്ലേതോ മന്ദത തമോഗർഭസ്ഥിതൻ ഭവാൻ, ചെമ്മലർമൊട്ടു തുള്ളി തുളമ്പിച്ചു ചെമ്പകങ്ങൾ കൈകൊട്ടി കളിക്കവേ,
ചെമ്മലർ മൊട്ടുതുള്ളി തുളമ്പിച്ചു ചെമ്പകങ്ങൾ കൈകൊട്ടി കളിക്കവേ കുംഭർ നാട്ടിന്റെ മുദ്രകൾ കാണിച്ചു പൊൻപനീർ നൃത്തം പഠിക്കവേ പൊൻപനീർ പൂവു നൃത്തം പഠിക്കവേ മാമരച്ചില്ല ചുംബിച്ച കോകിലം പ്രേമഗീതിതൻ വേണു വായിക്കവേ നീയുറങ്ങുന്നു പാടിൽ തകരുന്നു ജീവിതാനർഘ സൗഖ്യ നിമിഷങ്ങൾ നീയുറങ്ങുന്നു വാതിൽ മറയുന്നു ജീവിതഗാന മോഹന രാഗങ്ങൾ നീയുറങ്ങുന്നു വായിച്ചു തീരുന്നു ജീവിത കഥാ സുന്ദര ഭാഗങ്ങൾ നീയുറങ്ങുന്നു ചൊല്ലിക്കഴിയുന്നു ജീവിത കാവ്യ സ്വർഗ സന്ദർഭങ്ങൾ ഹാജടഞ്ഞ നിമീലിത നേത്രനായി ഭാവന സുഖ സ്വപ്ന വികാരിയാൻ ഭാസുര നവലോകം രചിക്കയാ ഭാനുമണ്ഡല ധ്യാനമഗ്നൻ ഭവൻ പോകുമാറില്ലതിക്കും തിരക്കുമോട്ടേറെയുള്ളോരുഷത്തിന്റെ കോവിലിൽ ഭദ്രത്തെ മതമേകാന്ത സന്ധ്യതൻ ഭദ്രദീപം തെളിഞ്ഞ പൊന്നമ്പലം തെല്ലുമില്ലാശ കൊള്ളയാം പേരിലും തെല്ലുമില്ലാശ കൊള്ളയാം പേരിലും തെണ്ടി വണ്ടിൻ മുഖസ്തുതി വാക്കിലും ആത്മനിർവൃത്തിയൊന്ന കൃതാർത്ഥങ്ങൾ സ്വാനുഭൂതി തൻ സൽക്കലാ സൃഷ്ടികൾ അത്രമേൽ ശാന്തി പൂജകനം ഭവാൻ അപ്രസിദ്ധിയെ അർച്ചനം ചെയ്യിലും നിസ്തുല കലാകർമ്മമർമ്മജ്ഞമാ കൊൽക്കരം നെയ്ത ചിത്രപട്ടാംബരം ചാരുതൈക്കണി ചേർക്കുവാൻ പൊന്നയ്യൽ ചാത്തി മൂവന്തി മൂലോക സുന്ദരി. അങ്ങനെയാണ് ഈ ഒരു കവിത ഉള്ളത്. ഇത് 1948 മുമ്പ് രചിച്ച ഒരു കവിത, സ്വാതന്ത്ര്യത്തിന് മുമ്പേ സ്വാതന്ത്ര്യത്തിന് മുമ്പേ. ഏതായാലും സന്തോഷം, നമുക്ക് നന്ദി പറയാം. ഏതായാലും അടുത്ത കവിതയുമായി അടുത്ത പ്രാവശ്യം.